ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു ചാനൽ തുടങ്ങുമെന്നോ ഇങ്ങനെ വീഡിയോസ് ഇടുമെന്നോ ഒന്നും സത്യം പറയുന്ന അങ്ങനെ വിചാരിച്ചിരുന്നൊന്നുമല്ല. എങ്ങനെയോ അങ്ങ് സംഭവിച്ചു വന്നതാണ് കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്, എപ്പോഴാണ് വീഡിയോസൊക്കെ എടുത്ത് വെക്കുന്നത്, എങ്ങനെ നേരത്തെ എടുത്ത് വെക്കുവാണോ, അതോ എല്ലാ ദിവസവും വീഡിയോസ് എടുക്കണോ, പിന്നെ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്, എഡിറ്റിങ്ങിന് എത്ര സമയം എടുക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള കുറേ കോമൺ ക്വസ്റ്റ്യൻസ് എനിക്ക് വരാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ സാധാരണ എന്ന് പറയുന്നത് പറ്റുന്നത് പോലെ കുറച്ച് വീഡിയോസ് എടുത്ത് വെക്കാറുണ്ട്. കാരണം എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സിലെങ്കിലും ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഭയങ്കര തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്യാറുമുണ്ട്. ഞാനങ്ങനെ യൂട്യൂബ് ചാനലേന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇരിക്കാറില്ല. അതാണ് എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞിരുന്നാൽ ഞാൻ വീഡിയോ ഗുരു യൂസ് ചെയ്യാറുണ്ട്, ഇൻഷോട്ട് യൂസ് ചെയ്യാറുണ്ട്, ക്യാപ് കട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ ഒരുപാട് ആപ്സ് ഉണ്ട് അവൈലബിൾ ആയിട്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടും കംഫർട്ടബിളായിട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇൻഷോട്ടും ക്യാപ് കട്ടും അതേപോലെ വീഡിയോ ഗുരുവുമാണ്. അത് ക്യാപ് കട്ട് ഇന്ത്യയിൽ അവൈലബിൾ അല്ല കേട്ടോ. പിന്നെ അതേപോലെ എന്നോട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, ഒരുപാട് സമയം എടുക്കുമോ എഡിറ്റിങ്ങിനെന്നുള്ളത്. അത് ആക്ച്വലി ഡിപ്പെൻസ് ഓൺ ദ വീഡിയോ ആണ്. ചില വീഡിയോയ്ക്ക് നമുക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ വോയിസ് ഇട്ടായിരിക്കും, നമ്മൾ കാര്യം പറഞ്ഞായിരിക്കും ആ വീഡിയോ എടുത്തേക്കുന്നത്. അല്ലാത്ത ചില വീഡിയോസ് എന്ന് പറയുമ്പോൾ നമ്മൾ വീഡിയോസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കുകയായിരിക്കും. പിന്നെ ചിലത് സൂം ചെയ്യാൻ കാണും, ചിലത് വീഡിയോസ് ചിലപ്പോൾ ഷോർട്ടാക്കാൻ കാണും, ചിലത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ കാണും, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ കാണും. അപ്പോൾ അങ്ങനെ ഡിപ്പെൻസ് ഓൺ ദ വീഡിയോ ആണ് അതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ടൈം എന്ന് പറയുന്നത്. എന്നാലും ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ഒരു 20 മിനിറ്റ്സൊക്കെ എടുത്തിട്ടുള്ളൂ മാക്സിമം. ഞാനങ്ങനെ ഒരുപാട് വലിയ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വീഡിയോസും വളരെ ഒരു ചെറിയ ഒരു യൂട്യൂബ് ഫാമിലിയുള്ള ഒരു യൂട്യൂബ് ചാനൽ ആണ് എൻ്റേത് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിച്ച് ഇങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ചാനൽ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മടിച്ചിരിക്കേണ്ട, സ്റ്റാർട്ട് ചെയ്തോളുക. വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോണ്ടൻറ്റൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു ഡേയും കൂടിയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ